അന്ന് ഇതേമാതിരി അന്ന് ഞാൻ അവിടെ നിൽക്കാൻ സമയത്ത് എൻ്റെ ക്രിസ്മസിൻ്റെ സമയത്താണ് ഈ സംഭവം നടക്കണത്. അപ്പം അന്ന് ഇതേമാതിരി എന്നെ കൊണ്ട് കഞ്ചാവ് വലിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യിപ്പിച്ച്. എന്നിട്ട് അത് ആദ്യം ചെയ്യിപ്പിച്ച ക്രിസ്മസിൻ്റെ തലേന്ന്, അത് കഴിഞ്ഞ് ക്രിസ്മസിന് ഏൽപ്പിച്ചതിന് ശേഷം പിന്നെ ചെയ്യിപ്പിച്ചത് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഇതേമാതിരി സംഭവം ഉണ്ടായി. പിന്നെ ഈ പുള്ളിക്കാരൻ ഒരു ദിവസം എന്നെ വരാപ്പുഴയൊക്കെ കൊണ്ടുപോയി. അത് എന്നിട്ട് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് ഒരു പൊതി മേടിച്ചിട്ട് വന്ന് എൻ്റെ കൈ തന്നിട്ട് എന്നോട് ഇത് പിടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പിടിച്ച് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കി. വീട്ടിൽ വന്ന് പുള്ളിക്കാരൻ റൂമിലോട്ട് കയറി, പുള്ളിക്കാരൻ ഡോറ് ചാരിയിട്ടേക്കാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ കണ്ടത്, അപ്പം അത് കണ്ട് കഞ്ചാവാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേമാതിരി ബർത്ത്ഡേ സമയത്ത് ഇതേമാതിരി കുടിപ്പിച്ച് എന്നെ കൊണ്ട് അതേമാതിരി തന്നെ കഞ്ചാവ് വലിപ്പിക്കുകയും ചെയ്യിപ്പിച്ചു. ഇവിടെ അല്ല, അപ്പുറത്ത് അയാളുടെ വീട്ടിലായിരുന്നു. മുന്നേ പരിചയമുള്ള ആള് വീട്ടിലുണ്ടായിരുന്നതാണ്. അതെൻ്റെ ഒരു കൂട്ടാൻ എൻ്റെ ബർത്ത്ഡേ സമയത്ത് കഴിഞ്ഞ അവന്മാർ പോണ സമയത്ത് ഒരുത്തൻ ഫോൺ എടുക്കാൻ മറന്നു പോയിട്ട് തിരിച്ച് കയറിയ സമയത്ത് എന്നെ കൊണ്ടിങ്ങനെ വലിപ്പിക്കണമായിരുന്നു. അപ്പം ഞാൻ ചുമച്ച് പെട്ടെന്ന്. അപ്പം അത് കേട്ട് കണ്ടവൻ കയറി വരുമ്പോൾ തന്നെ അവൻ കണ്ട്. അപ്പോൾ അവൻ ചോദിച്ചത് എന്താടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കളിക്കാൻ ചെന്നപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് കാര്യം ചോദിച്ച് എന്താ സംഭവം എന്ന്. അപ്പോഴാണ് ഇതാക്കിയത്. അപ്പോഴാണ് ഞാൻ അവനോട് കാര്യം പറഞ്ഞു. അപ്പം അവൻ ഈ ഓഗസ്റ്റ് 2-ാം തീയതി എന്നെ അച്ഛനെ കണ്ട് ഇപ്പം കാര്യം പറഞ്ഞു. പിന്നീടാണ് കൂട്ടുകാരൻ അറിഞ്ഞ ശേഷമാണ് വീട്ടുകാരോട് പറഞ്ഞത്, അച്ഛനും അമ്മയോട്. പിന്നെയാണ് കേസുമായിട്ടൊക്കെ പോവാൻ തീരുമാനിച്ചത്. അതാ അവർ പറയണത് കേസ് ഒഴിവാക്കാനായിട്ട്. കേസ് ഒഴിവാക്കല്ല, കേസ് ഒഴിവാക്കുക. അല്ലെങ്കിൽ അവൻ ജയിലിൽ കുറച്ച് നാളല്ലേ കിടക്കത്തുള്ളൂ. അവൻ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെയും അമ്മേനെയും മോനെയും കൊല്ലുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ട് പോയത്. ഫോണിൽ വിളിച്ചിട്ടാണോ? അല്ല, വീട്ടിൽ വന്നിട്ടാണ് പറഞ്ഞിട്ട് പോയത്. ഇപ്പൊ ആള് ഒളിവിലാണ്. ഇപ്പൊ അവര് സ്ഥലം പരിചയപ്പെടുത്തിയിട്ടില്ല, താമസിക്കുന്ന സ്ഥലം പറഞ്ഞിട്ടില്ല. ഈ പോലീസിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു രീതി തന്നെയാണല്ലേ പോലീസ് കേസെടുത്ത്? അത് കേസെടുത്തോണ്ട് തന്നെ ഇരിക്കണം. അവര് അന്വേഷിക്കുന്നുണ്ട്, പോണ സ്ഥലങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഫോണില് ഭീഷണി സന്ദേശമോ കാര്യങ്ങളോ? ഫോണില് ഒരു സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു, തമിഴ് മൂവിയുടെ ഒരു സ്റ്റാറ്റസ്. അത് അപ്പം തന്നെ 2 ഫോണിലോട്ടും വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണം ഡിലീറ്റ് ചെയ്ത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. വീട്ടിലുള്ള ആളാണ്, വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേക്കണതാണ്. ഈ വീട്ടിലല്ല, ഞാനും അമ്മയും മോനും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ആൾക്ക് വീട് മുറി വേണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് കയറ്റി താമസിപ്പിച്ചതാണ്. അതൊന്നും മനസ്സിലായില്ല, കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച അറിഞ്ഞ് ഞായറാഴ്ച പെറ്റീഷൻ കൊടുത്തു. ഫോണിൽ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഇവനെ അന്വേഷിച്ചു സ്കൂളിൽ ചെന്നായിരുന്നു അവർ 2 പേരും കൂടി. അവനും അമ്മയും കൂടിയിട്ട്. ഇല്ല, അവൻ പോയിട്ടുണ്ടായിരുന്നില്ല. അന്ന് കൗൺസിലിംഗ് പറഞ്ഞിട്ട് കൗൺസിലിങ്ങിന് പോണായിരുന്നു 11 മണിക്ക്. അപ്പോൾ അവിടെ പോണ കാരണം സ്കൂളിൽ പോയില്ല. ചൊവ്വാഴ്ചയും പോയില്ല, ബുധനാഴ്ചയാണ് അവൻ സ്കൂളിൽ പോയത്. അപ്പോൾ ബുധനാഴ്ചയാണ് അമ്മ ഇവിടെ വന്ന് ഇതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്കൂളിലോട്ട് അപ്പം തന്നെ പോയി, ഇവനെ കാണിച്ചു കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടി. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ അമ്മ. അമ്മ ഇപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അമ്മയ്ക്ക് പരിചയമായിരുന്നു. അറിയായിരുന്നോ ഈ മകനിങ്ങനെ കഞ്ചാവ് കൊടുക്കുന്ന കാര്യം? അമ്മയ്ക്കും അറിയാവുന്ന കാര്യം? അമ്മയ്ക്ക് അറിയില്ല. അമ്മോട് ഞാൻ ചോദിച്ചു, കൊടുക്കണില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോഴാണ് അതുവരെ വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെയാണ്.